ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ പെർഫെക്ഷനിലും വീട്ടിലെങ്ങനെയാണ് ക്രിസ്മസ് പ്ലം കേക്ക് റെഡിയാക്കാമെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേക്കിംഗ് ടൂൾസ് ഒന്നുമില്ലാതെ അതുപോലെ തന്നെ ഓവൺ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആർക്കും ഫ്ലോപ്പ് ആവില്ല. അതുപോലെ തന്നെ മിക്ക ആളുകളും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, പ്ലം കേക്ക് റെഡിയാക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒന്നും ലെവലിൽ കിട്ടാതെ അടിഭാഗത്ത് മാത്രം അടിഞ്ഞുകൂടി നിൽക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഫ്ലോപ്പ് ആവില്ല. 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ നട്ട്സും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഫസ്റ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് ഞാൻ ഉണക്കമുന്തിരി ബ്രൗൺ കളർ, അതുപോലെ തന്നെ ഉണക്കമുന്തിരി ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ട്യൂട്ടി ഫ്രൂട്ടി, ജെറീസ്, ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ ജെറീസും ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ ഫ്രൂട്ട്സും നട്ട്സും മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് മൈദയുടെ അളവിൽ ചെയ്യുന്നതുകൊണ്ടാണ് നേരെ ഡബിൾ ആക്കിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ല കട്ടിയിൽ മധുരമൊന്നും ഇടാതെ കുരുവൊക്കെ കളഞ്ഞിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ശരിക്കും ഈ ഒരു പ്ലം കേക്കിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റമ്മിലോ വൈനിലോ ഒക്കെ 1 മാസം മുന്നേ അല്ലെങ്കിൽ 40 ദിവസം മുന്നേ ഒക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കാൻ മുന്നേ ഒക്കെ. പക്ഷെ ഇപ്പം എല്ലാവരും എന്താ പറയുക, സോക്കിംഗ് ഒന്നും ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ എല്ലാവരും. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതല്ല എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ മുന്തിരി ജ്യൂസോ ഒക്കെ ഇതുപോലെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ട് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളതുപോലെ ഇതുപോലെ സോക്ക് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെല്ലെയൊക്കെ ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ആ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ സോക്ക് ചെയ്ത് വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷെ അരമണിക്കൂർ മുന്നേ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. സെയിം ടേസ്റ്റിനെ ബാധിക്കുന്ന കേസൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായി കാരമലൈസ് ചെയ്ത് ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും ചെയ്തെടുക്കണമെന്നില്ല. കാരമലൈസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ കാരമലൈസ് ഷുഗർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചായിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് മുഖത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് മാറി നിന്നിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഒരു കട്ട പോലെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അത് ഇതിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ബീറ്റർ വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കുന്നതാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബട്ടർ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്പൂൺ വെച്ചിട്ടൊക്കെ കൈ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ഇത് കാണിക്കുന്നതെന്ന്, വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഡയറക്റ്റ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുമല്ലോ. അപ്പോൾ ഇനി ഈ കാരമലൈസ്ഡ് ഷുഗർ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം. നല്ല രീതിയിൽ ചൂടാറി നല്ല തണുത്ത് വരണം കേട്ടോ. അതുവരെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പൊടിയൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന മെഷറിങ് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്.
ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ജാതിപത്രി, ഇത് മൂന്നും കൂടി ഒന്നിച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം. അപ്പോൾ അത് ഉപ്പ് എടുക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ കയ്യിലെടുത്തിട്ട് അങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ, എങ്കിൽ കൂടിപ്പോവില്ല. അപ്പോൾ ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇത് മൂന്നൊന്ന് അരിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ അരിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഈ ജാതിയുടെയൊക്കെ കുരു പോലത്തെ ഒക്കെ അത് കളഞ്ഞേക്കുക കേട്ടോ, അത് ഇതിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ അരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചേർത്തിട്ടുള്ള സ്പൈസസും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തേക്ക് മിക്സ് ആയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ അരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ടുള്ള അളവാണ് കേട്ടോ 1/4 കപ്പ് എന്ന് പറഞ്ഞത്. അല്ലാതെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ അത് ഒരുപാട് മധുരമായി പോകും. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരമാണ് കേട്ടോ, കാരണം നമ്മൾ നേരത്തെ കുറച്ച് കാരമലൈസ് ചെയ്തെടുക്കുകയും ചെയ്തിനല്ലോ. അപ്പോൾ ഇതുപോലെ 1/4 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഓറഞ്ച് ജ്യൂസൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വലിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ജ്യൂസൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഫ്രൂട്ട്സൊക്കെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്യണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സ് മുന്നേ സോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ നട്ട്സും കൂടി സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നട്ട്സ് വല്ലാണ്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു നല്ല കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടായിട്ട് ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു ട്രേ ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ഷേപ്പുള്ള. ഇത് ഏത് ഷേപ്പായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് സൈഡിൽ ഇതുപോലെ ബട്ടർ പേപ്പർ നന്നായിട്ട് ഓയിലൊക്കെ തടവിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഇതിപ്പോൾ എക്സ്ട്രാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് എത്രയാണ് പൊങ്ങുക എന്നുള്ളത് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ചധികം തന്നെയായിട്ടാണ് ഞാൻ മുകളിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൊങ്ങി വരുന്ന സമയത്ത് പുറത്തായിട്ട് നിൽക്കില്ലല്ലോ, നന്നായിട്ട് ആ ബട്ടർ പേപ്പറിൽ തന്നെ പറ്റി നിൽക്കും. അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാം, ഇതുപോലെ സൈഡിലും മിഡിലും ഒക്കെ ആയിട്ട്. എങ്കിലും നമുക്ക് കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ടു കിട്ടും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ബട്ടറായാലും ഓയിലായാലും ഗീ ആയാലും എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോൾ റെഡിയാക്കി വെക്കേണ്ട സാധനമാണ് ഇത്, ഈ ഒരു കേക്ക് ടിന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എന്ന് പറയുന്നത്. കാരണം നമുക്കിതൊക്കെ മുട്ടയൊക്കെ ചേർത്ത് ബാറ്റർ റെഡിയാക്കിയതിന് ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഏത് കേക്ക്, ഈ ഒരു കേക്ക് എന്നല്ല, ഏത് കേക്ക് റെഡിയാക്കുമ്പോൾ ഇതുപോലെ ആറിയിട്ടുള്ള വെള്ളത്തിൻ്റെ ഒന്നും നനവില്ലാതെ ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എപ്പോഴും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് കേക്ക് റെഡിയാക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതല്ല. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കേക്ക് റെഡിയാക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു 1-2 മണിക്കൂർ മുന്നേ ആയിട്ട് മുട്ട പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതുപോലെ മിക്സ് റെഡിയാക്കാൻ പാടുള്ളൂ. ഇനി ഇതുപോലത്തെ ഒരു സ്പൂണോ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോഴിമുട്ട. ഒരുപാട് സമയം നമുക്ക് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുട്ടയൊന്ന് ഇളകി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ വിസ്ക് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വെക്കണമെന്നൊന്നുമില്ല, സ്പൂണ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ ഓംപ്ലേറ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊന്ന് ഉടച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു കേക്കിന്. അതുപോലെ തന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ലോ ഫ്ലേവറൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ചിലവർക്ക് മുട്ടയുടെ മണമൊന്നും അത്രക്ക് നല്ലോണം ഇഷ്ടപ്പെടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതും നല്ലൊരു പ്രത്യേക ഫ്ലേവറും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ തൊലി ആ ഒരു വെള്ള പോർഷൻ ഇല്ലാതെ മുകളിൽ നിന്ന് മാത്രം ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടോ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കേക്കിൽ. നല്ല ഒരു സെയിം പെർഫെക്ഷനിലൊക്കെ കിട്ടണമെങ്കിൽ ഇതെന്തായാലും വേണം. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഇല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലിയായാലും ആ ഒരു ഉള്ളിലെ വെള്ള പോർഷൻ പെടാത്ത രീതിയിൽ ചെറുതായിട്ട് മുകളിൽ നിന്ന് ആ മഞ്ഞ കളർ മാത്രം ഒന്ന് ചേരണ്ടിയിട്ട് എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മൈദയുടെ ആ മിക്സില്ലേ അത് കുറച്ചായിട്ട് ഇപ്പോൾ കുറച്ച് 2-3 ഭാഗമായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ മെല്ലെയാണ് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ഡയറക്ഷനിൽ മാത്രം ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് മിഡിലെ കൂടി ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉൾഭാഗത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് മെല്ലെ ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ, സാവധാനം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ വിസ്ക് മാറ്റിയിട്ട് ഈ സ്പാച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ കുറച്ചുകൂടി എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. ഇത് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഫോൾഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ശ്രദ്ധിക്കണം. എന്തെന്ന് ഒരു ഡയറക്ഷനിൽ മാത്രം ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ നടുവ് കൂടി ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ മുഴുവൻ മൈദ ഇട്ടെടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള കാരമൽ സിറപ്പും ബട്ടറൊക്കെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ പതുക്കെ നന്നായിട്ടൊന്ന് ഈ ഒരു കാരമൽ സിറപ്പ് നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ ചെയ്യുക കേട്ടോ. ഫോൾഡ് ചെയ്ത് മാത്രം ചെയ്യണേ. ഈ ഒരു രീതിയിൽ മിഡിലിൽ കൂടി എന്നിട്ട് വലിച്ചു കൊടുക്കുക. നന്നായിട്ട് ഈ ഒരു ബാറ്ററിൽ എല്ലാ ഭാഗത്തും ഈ ഷുഗർ സിറപ്പിൻ്റെ കാരമലൈസ് എത്തണം. അത് ആ ഒരു രീതിയിൽ കേട്ടോ. മെല്ലെയാണ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഞാൻ മുഴുവൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും പിടിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ നമ്മുടെ മിഡിലൊക്കെ ഉള്ള എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഞാൻ ഇതിപ്പം വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലൊരു പഴയൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അടച്ച് വെച്ചിട്ട്. കാരണം നമ്മൾ ഓവനിലല്ല ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പഴയ സ്റ്റീൽ പാത്രം ഒരടപ്പോ എന്തെങ്കിലും ഒന്ന് അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ടിന്ന് ഡയറക്റ്റ് ഈ പാത്രത്തിൻ്റെ അടിയിൽ തട്ടാതിരിക്കാൻ, എങ്കിലും എരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ കേക്ക് ടിന്ന് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചിലവർ പാത്രത്തിലൊക്കെ ആക്കുമ്പോൾ അടിയിൽ ഉപ്പൊക്കെ വിതറിയിട്ടാണ് കേക്ക് ടിന്ന് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. കരിയാതെ നല്ല ഓവന് ചെയ്തെടുക്കുന്ന അതേ പെർഫെക്ഷനിലും അതേ കളറിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇനി ഒരു 40 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം കറക്റ്റ് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അടപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തൊന്ന് കുത്തിയിട്ട് നോക്കാം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം വെച്ച് നോക്കാം. അപ്പോൾ കണ്ടില്ല, ഫോർക്കിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നും അങ്ങനെയാണെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഈ ഫോർക്കിൽ മുഴുവനായിട്ട് നമ്മുടെ മാവൊക്കെ പറ്റിയിട്ട് നിൽക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഓവനിലൊക്കെ വെച്ചെടുക്കുന്ന അതേ പെർഫെക്ഷനിലും അതേ സോഫ്റ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൂടി അധികമായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും അതുപോലെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ ഒക്കെ കണക്കിനനുസരിച്ച് നിങ്ങളുടെ വേവിനൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കണേ. അപ്പോൾ ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് ആക്കി വെച്ചിട്ടുള്ളത്, രാത്രിയാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി ഞാനിത് രാവിലെ എടുത്തിട്ട് കട്ടിയൊക്കെ ചെയ്യുള്ളൂ. എന്താണെന്ന്
വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കട്ട് ചെയ്യാൻ നമ്മൾ പാടില്ല. നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ആക്കുകയാണെങ്കിൽ രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പൊടിഞ്ഞൊന്നും പോകാതെ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുകയുള്ളൂ. നല്ല പെർഫെക്ഷനിലും അതുപോലെ തന്നെ ടേസ്റ്റും നമ്മൾ ഇതൊരു ദിവസം വെച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കേക്കിന് കൂടുതൽ ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് നാളെ രാവിലെ കട്ട് ചെയ്യുള്ളൂ. അപ്പം ഞാനിപ്പോൾ രാത്രി കഴിഞ്ഞതിന് ശേഷം രാവിലെ ഇത് തുറന്ന് നോക്കുകയാണ്. ചൂടൊക്കെ നന്നായി ആറിയതിന് ശേഷമാണ് കേട്ടോ ഇത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. എങ്കിലേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. അത് നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. നല്ല ആ ഒരു സെയിം കളറും കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ ഓവനിൽ വെച്ചിട്ടൊന്നുമല്ലല്ലോ ചെയ്തിട്ടില്ല, പക്ഷേ സെയിം നമുക്ക് ആ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഓവനിൽ വെച്ചിട്ടുള്ള കേക്കിൻ്റെ സെയിം കളറിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ഇല്ലേ, കത്തിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നവും കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഒന്നും താഴെയൊന്നും അടിഞ്ഞുകൂടാതെ എല്ലാ ഭാഗത്തുമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബീറ്ററൊന്നും ചെയ്യാതെ ഈ ഒരു രീതി കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം അളവും മെത്തേഡും ഒക്കെ വെച്ചിട്ട് സ്പൂണിനൊക്കെ പകരമായിട്ട് ബീറ്റർ വെച്ചിട്ട് ചെയ്യുക, കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് കിട്ടണ്ടിരിക്കില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുക. പക്ഷേ ഇൻഗ്രീഡിയൻസിലും അളവിലൊന്നും ഒരു മാറ്റവും വരുത്തണ്ട കേട്ടോ, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക, ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ചിട്ടും ചെയ്യുക. അതൊന്നും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടില്ല, എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ നല്ല 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്